ഇസ്രായേൽ ഇറാൻ സംഘർഷം ഇപ്പോൾ 4-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വെടിനിർത്തൽ ഉടനെ ഉണ്ടാകുമോ നമുക്ക് പ്രതീക്ഷിക്കാമോ? തിരിച്ചൊരു സമാധാന അന്തരീക്ഷത്തിലേക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കൊണ്ടുവന്ന് എത്തിക്കുമോ? ഈ സമാധാനം അവിടെ ഉണ്ടാകുമോ, താൽക്കാലികമായെങ്കിലും ഉണ്ടാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. പക്ഷേ നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ പ്രവചനാതീതമാണ് കാര്യങ്ങൾ. കാരണം ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഏതാണ്ട് 400-ലധികം പേരാണ് ഇറാനിൽ കൊല്ലപ്പെട്ടത്. തിരിച്ച് ഇറാൻ്റെ ആക്രമണത്തിൽ ഇസ്രായേലിൽ 13 പേർ മരിച്ചതായിട്ട് വിവരം പുറത്തു വരുന്നുണ്ട്. ഏതാണ്ട് 35 പേരെ കാണാനില്ല എന്നും പുറത്തു വന്നിട്ടുണ്ട് വിവരം. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇറാനിലെ നാശനഷ്ടങ്ങളും ആൾനാശവും എത്രയുണ്ടെന്ന് ഇപ്പോഴും കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ സാധിച്ചിട്ടില്ല. നമ്മളെല്ലാവരും നേരത്തെ കേട്ടിരുന്ന വാർത്ത, ആണവശാസ്ത്രജ്ഞന്മാർ 9 പേർ കൊല്ലപ്പെട്ടു, ഏതാണ്ട് 12-ലധികം സൈനിക കമാൻഡർമാർ, ഇറാൻ്റെ സൈനിക മേധാവി അടക്കം കൊല്ലപ്പെട്ടു എന്നൊക്കെയാണ് നമ്മൾ നേരത്തെ കേട്ടത്. 78 പേരുടെ മരണം ഇറാൻ സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ആ കണക്കുകളെല്ലാം അതിനെല്ലാം മറികടന്നുകൊണ്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഏതാണ്ട് 13-ലധികം ആണവശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടു ഇറാൻ്റെ എന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. അതിൽ 5 പേരുടെ മരണം ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരെക്കുറിച്ച് ഇറാൻ മിണ്ടുന്നില്ല. ബാക്കി ഈ ഏതാണ്ട് 8-9 പേരുടെ പേര് വിവരങ്ങൾ ഇസ്രായേലാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ന ആണവശാസ്ത്രജ്ഞന്മാർ വധിക്കപ്പെട്ടു എന്ന വിവരം ഇസ്രായേലാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സൈനിക മേധാവി അടക്കം സൈനിക കമാൻഡർമാരുടെ മരണം സംബന്ധിച്ചും ഇറാൻ കൃത്യമായ ഒരു വിശദീകരണം നൽകുന്നില്ല. പക്ഷെ അവിടെ ഇസ്രായേൽ കൃത്യമായിട്ടും ഇന്ന ആൾക്കാരെ ഞങ്ങൾ വധിച്ചു എന്ന വിവരം ഇസ്രായേൽ പുറത്തുവിടുന്നുണ്ട്. അതിനിടയ്ക്ക് ഇവിടെ നമ്മുടെ കേരളത്തിലെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നാട് വിട്ടു ഗ്രീസിലേക്ക് ഒളിച്ചു പോയി, അവിടെ ഗ്രീസിൽ ഒളിവിൽ കഴിയുകയാണ് എന്നൊരു വാർത്ത പുറത്തു വന്നു. ഒപ്പം തന്നെ മറ്റൊരു വാർത്ത, നെതന്യാഹു ബങ്കറിൽ ഒളിച്ചു എന്നും പറഞ്ഞൊരു വാർത്ത പുറത്തു വന്നു. ഈ 2 വാർത്തകളും തെറ്റാണ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് ആർക്ക് എവിടുന്ന് കിട്ടി എന്നറിയില്ല. കേരളത്തിലെ ചില ചാനലുകളും ചില പത്രങ്ങളും ഓൺലൈനുകളും എല്ലാം ഇത് പ്രചരിപ്പിക്കാൻ വലിയ ഉത്സാഹം കാണിച്ചിരുന്നു. പക്ഷെ അവരെയെല്ലാം നിരാശപ്പെടുത്തിക്കൊണ്ട്, അവരെയെല്ലാം സങ്കടപ്പെടുത്തിക്കൊണ്ട് നെതന്യാഹു ഈ ഇസ്രായേലിലെ തലസ്ഥാനമായ ടെൽ അവീവിന് സമീപമുള്ള ഒരു ബാത്ത് യാം എന്ന പട്ടണത്തിൽ ഇറാൻ്റെ ആക്രമണം നടന്നിരുന്നു. അവിടെ മിസൈൽ പതിച്ചിരുന്നു. ആ സ്ഥലം നേരിട്ട് സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഈ ബാത്ത് യാമിൽ അത് ഈ ഗ്രീസിലേക്ക് പോയത് ഇസ്രായേലിൻ്റെ വിദേശകാര്യ മന്ത്രിയാണ്. അതുപോലെ അവിടുത്തെ അംബാസഡറൊക്കെ ഉണ്ടായിരുന്നു. അവരാണ് ഇസ്രായേലിൽ നിന്ന് ഗ്രീസിലേക്ക് പോയത് എന്നും ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ബങ്കറിൻ്റെ കാര്യവും എവിടെ നിന്നാണ് ഈ വാർത്ത വന്നതെന്നറിയില്ല. എന്തായാലും ഈ നെതന്യാഹു പകൽ വെളിച്ചത്തിൽ ഈ ഇറാൻ ആക്രമിച്ച സ്ഥലങ്ങൾ നേരിട്ട് സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി ആ വാർത്ത കൊടുത്തവരൊക്കെ നാണം കെട്ടിരിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ മറ്റൊരു വിഷയം, ഇറാൻ്റെ ഈ എണ്ണശാലകളെ ആക്രമിച്ചു ഇസ്രായേൽ. അതിൽ തന്നെ ഈ ആണവനിലയം ആദ്യം തന്നെ ആക്രമിച്ച ആണവനിലയങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ, മിസൈൽ കേന്ദ്രങ്ങൾ, ഇത് 3 ലക്ഷ്യമിട്ടാണ് ആദ്യത്തെ ആക്രമണം നടന്നത്. അതുകൂടാതെ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം, ചില എണ്ണപ്പാടങ്ങൾ, ഈ ഇറാൻ്റെ എണ്ണപ്പാടങ്ങൾ ആക്രമിച്ചിരിക്കുന്നു എന്നാണ്. അവിടെ നിന്ന് എണ്ണപ്പാടങ്ങൾക്ക് എന്ത് സംഭവിച്ചു, അവിടെ എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പൂർണ്ണമായിട്ടും പുറത്തു വന്നിട്ടില്ല. ഭാഗികമായി അവയ്ക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചു എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. പലയിടത്തും ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. അതുപോലെ തന്നെ ഈ ജോർദാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഈ ഇറാൻ്റെ അതിർത്തിയിലുള്ള ഒരു പ്രകൃതിവാതക പാടമുണ്ട്. ആ പാടത്തും ഈ ഇസ്രായേൽ ആക്രമണം നടത്തി. അവിടെ ഇതുവരെ അത് തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇതുവരെ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ.
അപ്പോൾ ഇറാന് വലിയ നമ്മൾ നാശനഷ്ടങ്ങൾ. ഇതൊക്കെ പറയുമ്പോഴും ഒരു സമാധാനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇവരുടെ ഇടയിലുള്ള ഒരു മധ്യസ്ഥതയ്ക്ക് വേണ്ടി ആരൊക്കെയാണ് ശ്രമിക്കുന്നത്? ഇപ്പോൾ നമുക്കറിയാം ഇറാൻ അങ്ങോട്ട് ചെന്ന് ആക്രമിച്ചല്ല, ഇസ്രായേൽ ഇങ്ങോട്ട് ചെന്ന് ആക്രമിച്ചാണ്. അപ്പോൾ പലരും പറയുന്ന വാർത്തകളിലൊക്കെ നിറയുന്ന ഒരു കാര്യമുണ്ട്, ഇറാന് അവരുടെ മെയിൻ വിഷയം ഇതായിരുന്നല്ലോ, ഇസ്രായേലിനും ട്രംപിനും അതെല്ലാം അമേരിക്കയ്ക്കുള്ള മെയിൻ വിഷയം അവരുടെ ആണവ ശേഖരം, അതായത് ഈ പറയുന്നതിലും അപ്പുറമായിട്ട് അവർ പല രീതിയിലുള്ള യുദ്ധോപകരണങ്ങൾ മറ്റുള്ള ആണവ ആയുധങ്ങളൊക്കെ നിർമ്മിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും മാത്രമേ അങ്ങനെ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ നിർമ്മിക്കാനുള്ള ഇതുള്ളൂ, ഇറാന് നിർമ്മിച്ചൂടെ എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. മാത്രമല്ല ഇറാൻ അങ്ങോട്ട് ചെന്ന് അറ്റാക്ക് ചെയ്തതല്ല, ഇസ്രായേൽ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ ആരായിരിക്കും മീഡിയേഷൻ വഹിക്കുന്നത്? ഇത് സംഘർഷം അല്ല, ഇപ്പോഴത്തെ നിലയിൽ ഈ ഇറാൻ ആരുമായിട്ടും ഈ മധ്യസ്ഥതയ്ക്ക് ഇറാൻ ഒരു തുറന്ന തുറന്നു പറച്ചിലുകൾ നടത്തിയിട്ടില്ല. ഇപ്പോൾ ഇന്ത്യ മധ്യസ്ഥത വഹിക്കും എന്ന് ചില വാർത്തകൾ വരുന്നുണ്ട്, അല്ലെ റഷ്യ മധ്യസ്ഥത വഹിച്ചേക്കും എന്ന് ചില വാർത്തകൾ വരുന്നുണ്ട്. നിലവിൽ ഇറാനുമായിട്ടും ഇസ്രയേലുമായിട്ടും ഒരേ സമയം അടുപ്പമുള്ള രണ്ട് രാഷ്ട്രങ്ങൾ ഇന്ത്യയും റഷ്യയും മാത്രമാണ്. ഇസ്രയേലുമായിട്ടും സഹകരണമുണ്ട്, ഇറാനുമായിട്ടും സഹകരണമുണ്ട്. ഈ ഇന്ത്യക്കും റഷ്യയ്ക്കും ഇറാനുമായിട്ട് വ്യാപാര ബന്ധങ്ങളുണ്ട്. അതുപോലെ ഇസ്രയേലുമായിട്ട് സാങ്കേതിക വിദ്യയുടെ കൈമാറ്റത്തിൽ ഇന്ത്യയും റഷ്യയും സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ സമാധാന ചർച്ചകൾ ഇനി നടക്കണമെങ്കിൽ അത് ഇന്ത്യയുടെയും റഷ്യയുടെയും നേതൃത്വത്തിലായിരിക്കണം എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ട്രംപിനോട് ഇറാന് വലിയ മമതയില്ല. അമേരിക്കയോട് ഇറാൻ പണ്ടേ അമേരിക്കയും ഇറാനും പരസ്പരം പോരടിക്കുന്ന, വെല്ലുവിളിക്കുന്ന, ഇറാന് നേരെ ഉപരോധം ഏർപ്പെടുത്തിയ രാഷ്ട്രമാണ് അമേരിക്ക. മാറി മാറി വന്ന ഭരണകർത്താക്കളെല്ലാം അവരുടെ എല്ലാം ഒരു ടാർഗറ്റ് ഇറാനായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇറാൻ അമേരിക്കയുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സന്ധി സംഭാഷണത്തിന് തയ്യാറാകും എന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ചും ഈ ആണവ നിരായുധീകരണം സംബന്ധിച്ച 6 ഘട്ടങ്ങളിലായിട്ടുള്ള ചർച്ച, അതിൽ 5 ഘട്ടങ്ങൾ കഴിഞ്ഞിട്ട് 6ാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ചർച്ച, അമേരിക്കയുമായിട്ടുള്ള ചർച്ച, ഈ ആക്രമണം ഉണ്ടായ ഉടൻ തന്നെ ഇറാൻ അത് പ്രഖ്യാപിച്ചു, അത് നിർത്തിവെക്കുകയാണ്. ഇനി ഒരു അറിയിപ്പ് ഉണ്ടായതിനു ശേഷം മാത്രമേ ചർച്ച ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞ് ഏകപക്ഷീയമായിട്ട് ഇറാൻ അതിൽ നിന്ന് പിൻവാങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ ട്രംപ് ആകട്ടെ പരമാവധി ഇറാനെ ഇങ്ങനെ കൂടുതൽ കുത്തുവാക്കുകൾ പറഞ്ഞ് ഇറാനെ പ്രകോപിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ട്രംപ് ഇപ്പോഴും പറയുന്നത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ ആണവ നിരായുധീകരണ കരാറിൽ ഒപ്പിടും, അത് നിങ്ങൾ ഇസ്രായേലുമായിട്ട് ആ കരാറിലെത്തും, ആ കരാറിലെത്തിയാൽ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും എന്നാണ് ഇപ്പോഴും ട്രംപ് പറയുന്നത്. ഇറാനാകട്ടെ അത് സ്വീകാര്യമല്ല. ഇറാന് ഇക്കാര്യത്തിൽ ഇറാൻ്റേതായ നിലപാടുകളുണ്ട്. അവർക്ക് വലിയ നാശനഷ്ടങ്ങളുണ്ടാക്കി, അവരുടെ ആണവ ശാസ്ത്രജ്ഞന്മാരെ കൊലപ്പെടുത്തി, അതുപോലെ തന്നെ ഈ ആണവ കേന്ദ്രങ്ങൾ തകർത്തു. ഈ സാഹചര്യത്തിൽ ഇറാൻ ഇസ്രയേലുമായിട്ട് നേരിട്ട് ഒരു സന്ധിക്ക് തയ്യാറാകും എന്ന് തോന്നുന്നില്ല. ഈ അമേരിക്കയാകട്ടെ ഈ സന്ധി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ, ഈ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ സംഘർഷം അവസാനിപ്പിക്കാനല്ല ശ്രമിക്കുന്നത്. എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കുന്ന മാതിരി ട്രംപ് എന്തെങ്കിലുമൊക്കെ കുത്തുവാക്കുകൾ പറഞ്ഞ് ഇറാനെ പ്രകോപിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ട്രംപ് ഇപ്പോഴും ഈ എക്സിൽ കുറിച്ചിരിക്കുന്നത്, പിന്നെ ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ കാര്യങ്ങൾ എന്നെ ആരും അംഗീകരിക്കുന്നില്ല എന്നൊക്കെയാണ്. മാത്രമല്ല ഈ പറഞ്ഞതുപോലെ ഇറാന് ട്രംപിൻ്റെ വാക്കുകൾക്ക് വലിയ വില കൽപ്പിക്കുന്നില്ല. അതേസമയം റഷ്യയും ഇന്ത്യയുമായിട്ട് ഇറാൻ നല്ല ബന്ധത്തിലാണ്, ഇസ്രയേലും നല്ല ബന്ധത്തിലാണ്. ഈ രണ്ടുപേരെയും ഈ സംഘർഷത്തിന് അയവുണ്ടാക്കാൻ, രണ്ടുപേരുടെയും ഇടയ്ക്ക് ഒരു മധ്യസ്ഥത വഹിക്കാൻ ഇന്ന് ലോകത്ത് ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അത് ഇന്ത്യക്കും റഷ്യയ്ക്കുമായിരിക്കും. എന്തായാലും നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് ഈ സംഘർഷം 4ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇറാൻ വലിയ രീതിയിൽ ആക്രമിക്കുന്നുണ്ട്, പക്ഷെ അതിനെല്ലാം തകർക്കാൻ ഇസ്രയേലിന് കഴിയുന്നുണ്ട്. ഇസ്രയേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം അത്ര ശക്തമാണ്. ആകാശത്തേക്ക് ഉയർന്നു വരുന്ന മിസൈലുകളെ ആകാശത്ത് വെച്ച് തന്നെ നശിപ്പിച്ച് കളയുന്ന ദൃശ്യങ്ങൾ നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലാണ്. പല ചാനലുകളും അത് പുറത്തുവിടുന്നു. ഇസ്രയേലിൻ്റെ അയൺ ഡോം വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു. ഒരുപാട് ശ്രമങ്ങൾ നടത്തുമ്പോഴാണ് 1ഓ 2ഓ മിസൈൽ ഈ പറയുന്ന അയൺ ഡോമിൻ്റെ കണ്ണു വെട്ടിച്ച് അല്ലെങ്കിൽ പ്രതിരോധം വെട്ടിച്ച് ഇസ്രയേലിലേക്ക് കടക്കുന്നതും അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പതിക്കുന്നതും.
അങ്ങനെ ഉണ്ടാകുന്ന മരണങ്ങളും നാശനഷ്ടങ്ങളും മാത്രമേ ഇസ്രയേലിന് സംഭവിക്കുന്നുള്ളൂ. പക്ഷേ നൂറുകണക്കിന് മിസൈലുകൾ, ഡ്രോണുകൾ ഒക്കെ അയച്ച് ഇറാൻ ആക്രമണം ഓരോ കൃത്യസമയത്തും ഇങ്ങനെ ആവർത്തിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ പറഞ്ഞത് ഈ ഇറാന് അവിടെ വിജയിക്കാൻ സാധിക്കുന്നില്ല. അതേസമയം ഇസ്രയേൽ ആകട്ടെ ഇറാൻ്റെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളെയും തകർത്തുകൊണ്ട് കൃത്യമായ ഇടവേളകളിൽ ആക്രമണം നടത്തുന്നു, മിസൈലുകൾ വിടുന്നു. അത് ഇറാനിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു.